വികസനമെല്ലാം കൊണ്ടുവന്നത് UDF സർക്കാരുകളാണെന്ന് രമേശ് ചെന്നിത്തല. അജാനൂർ പഞ്ചായത്ത് തീരദേശ മേഖല UDF തെരഞ്ഞെടുപ്പ് കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വികസനമെല്ലാം കൊണ്ടുവന്നത് UDF സർക്കാരുകളാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. അജാനൂർ കടപ്പുറം മൈത്രി ഭവൻ കോമ്പൗണ്ടിൽ ചേർന്ന അജാനൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം നടത്തിയ തീരദേശ മേഖല UDF കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് സിറ്റി, വിമാനത്താവളങ്ങൾ, നിരവധി സർവകലാശാലകൾ, ജില്ലകൾ തോറും മെഡിക്കൽ കോളേജുകൾ, വിഴിഞ്ഞം പദ്ധതി തുടങ്ങിയവയെല്ലാം കൊണ്ടുവന്നത് കോൺഗ്രസ് നേതൃത്വം നൽകിയ UDF സർക്കാരുകളാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം, IT മേഖലകളിലെല്ലാം അങ്ങനെ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളാണ് UDF സർക്കാരുകൾ കൊണ്ടുവന്നതെന്നും എന്നാൽ ഇതിനെല്ലാം എതിർത്ത് തകർക്കാൻ നോക്കിയവരാണ് LDF സർക്കാർ എന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു. ശബരിമലയിൽ അയ്യപ്പ ഭക്തർ കാണിക്കയായി തന്ന സ്വർണ്ണ വിഗ്രഹങ്ങൾ കളവിന് കൂട്ടുനിന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിലൊട്ടാകെ UDFന് അനുകൂലമായ ഒരു തരംഗം ഇന്ന് ആഞ്ഞടിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ UDF 2010 ഞാൻ KPC പ്രസിഡന്റ് ആയിരുന്നപ്പോൾ പഞ്ചായത്തുകളിൽ 70% നമ്മൾ വിജയിച്ചിരുന്നു. ഇത്തവണ അതിനേക്കാൾ വലിയ തോതിൽ 70%-ത്തേക്കാൾ വലിയ തോതിൽ UDF വിജയിക്കാൻ പോവുകയാണ്. ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു. ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ഭരണമാറ്റമാണ്. 10 വർഷം ഈ നാട് ഭരിച്ച ഇടതുമുന്നണിയുടെ ദുർഭരണത്തിനെതിരായിട്ടാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. ഇവിടെ ജനങ്ങൾ വിലക്കയറ്റം കൊണ്ട് പ്രയാസപ്പെടുന്നു. ഇന്ത്യയിൽ വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ കേരളമാണ് 1ാം സ്ഥാനം. തൊഴിലില്ലായ്മ പെരുകുന്നു. ഇന്ത്യയിൽ തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ കേരളമാണ് 1ാം സ്ഥാനം. ആരോഗ്യരംഗം തകരുന്നു, വിദ്യാഭ്യാസ രംഗം തകരുന്നു. കേരള മോഡൽ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ആരോഗ്യരംഗത്തെയും വിദ്യാഭ്യാസ രംഗത്തെയും പ്രവർത്തനങ്ങൾ, നേട്ടങ്ങൾ ഒന്നൊന്നായി ഇല്ലാതാകുന്നു. മുസ്ലിം ലീഗ് നേതാവ് C. മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC ജനറൽ സെക്രട്ടറി K. നീലകണ്ഠൻ, മുസ്ലിം ലീഗ് സെക്രട്ടേറിയറ്റ് അംഗം ബഷീർ വെള്ളിക്കോത്ത്, സേവാദൾ സംസ്ഥാന ചെയർമാൻ രമേശൻ കരുവാച്ചേരി, ജില്ലാ UDF കൺവീനർ A. ഗോവിന്ദൻ നായർ, മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗം A. ഹമീദ് ഹാജി, ബാലകൃഷ്ണൻ പെരിയ, CMP ജില്ലാ സെക്രട്ടറി CV തമ്പാൻ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, PV സുരേഷ്, ബഷീർ ആറങ്ങാടി, ധന്യ സുരേഷ്, മീനാക്ഷി ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. KK ബാബു, K. വേണു സ്ഥാനാർത്ഥികളായ ജില്ലാ പഞ്ചായത്ത് പെരിയ ഡിവിഷൻ UDF സ്ഥാനാർത്ഥി ജിഷ രാജു, സുമിത, നദീർ കുത്തിക്കാൽ, C. കുഞ്ഞാമിന, ബിന്ദു സൊസൈറ്റി, P. അബ്ദുൽ കരീം, ഖാലിദ് അറബിക്കടത്ത്, കുഞ്ഞമ്പു, ലക്ഷ്മി തമ്പാൻ എന്നിവർ സംബന്ധിച്ചു. കോൺഗ്രസ് നേതാവ് K. രവീന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.